ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വായിച്ചു നോക്കി. എനിക്കിതിൽ സംശയമൊന്നുമില്ല. വേണമെങ്കിൽ സാറിനൊന്നുകൂടെ വായിച്ചു നോക്കാം. അയ്യോ, എനിക്കങ്ങനെ സംശയമൊന്നുമില്ല. മാഡം പറഞ്ഞ എനിക്കത് വിശ്വാസമാണ്. അല്ലെങ്കിലും ഒരു പരസ്പര വിശ്വാസമാണല്ലോ എല്ലാം. എന്നാലും ഒന്നുകൂടി വായിച്ചു നോക്കിയേക്ക്. കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും കൃത്യമായിരിക്കണം. അതാ എന്റെ ഒരു രീതി. അത് പിന്നെ എനിക്കറിയില്ലേ. വക്കീലെ, എവിടെയാണ് ഒപ്പിടേണ്ടെന്ന് താൻ ഇങ്ങോട്ടൊന്ന് കാണിച്ചാൽ മതി. ഞാൻ ഒപ്പിട്ടേക്കാം. ആദ്യം ഞാൻ തന്നെ ഒപ്പിടാം. കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് കൂടെ ബാക്കിയുണ്ട്. ഒരു 2 ദിവസം. അത് കഴിഞ്ഞ എഗ്രിമെന്റ് ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. അത് മതി. എനിക്ക് തന്നെ വിശ്വാസമാണ്. ശരി, ഞാൻ സ്റ്റേഷനിൽ തന്നെ കാണും. താൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ശരി സാർ. മാഡം, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ? ആ ശരി. ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തോളൂ. ഞാൻ വക്കീലിനെ വിളിച്ചോളാം. ശരി മാഡം. എത്ര കോടി രൂപയുടെ ഷെയറാണ് കയ്യിൽ വന്നതെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? അങ്ങനെ കൃത്യമായിട്ടുള്ള കണക്കൊന്നും നോക്കാറില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. എന്ത് കാര്യം? ഈ 30% ഷെയറുകളുടെ വില അതിന് ഏത് കാലത്തും എത്ര കൂടിയാലും മേഡം അനുഭവിക്കേണ്ടിയിരുന്ന ഒരു ജീവപര്യന്തത്തിന്റെ വിലയേക്കാൾ വളരെ കുറവായിരിക്കും. ശരിയല്ലേ? ആ വക്കീലിനെ വിശ്വസിക്കാല്ലേ? അതെന്താ? പറഞ്ഞതുപോലെ അയാൾ ആ ഡോക്യുമെന്റ്സ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തന്നില്ലെങ്കിലോ എന്നാണോ? അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ അവൻ ഈ കാര്യം മറ്റാരോടും പറയില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. അയാളെ വിശ്വസിക്കാം. എന്റെ കമ്പനി അഡ്വക്കേറ്റിന്റെ വിശ്വസ്തനായ ജൂനിയറാണ് അയാൾ. അതാരാ? അത് ഗൂഗിൾ സാർ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും.